ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂൺ 12, വിശുദ്ധ ഓണോഫിറസ്. 70 വർഷത്തോളം മരുഭൂമിയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി യേശുവിനെ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഓണോഫിറസ്. ശരിക്കും ഒരു സന്യാസി. സ്നാപക യോഹന്നാനെ പോലെ ആയിരുന്നു ഓണോഫിറസിന്റെ ജീവിതം. ഏകാന്തമായ ജീവിതം, ഒരു തരത്തിലുള്ള ജീവിത സുഖങ്ങളുമില്ല. മരുഭൂമിയിൽ കിട്ടുന്ന ഈന്തപ്പഴം മാത്രമായിരുന്നു ഭക്ഷണം. വിശപ്പ്, ദാഹം, ഉറക്കം പോലുള്ള ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഓണോഫിറസിനെ ബാധിച്ചില്ല. വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ പൂർണ്ണ നഗ്നനായാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. വളർന്നു കിടക്കുന്ന മുടി ചിലപ്പോൾ ഇലകൾ കൊണ്ട് നഗ്നത മറച്ചു. ഓണോഫിറസിനെ പറ്റി കുറെ കാലത്തോളം ആർക്കും അറിവ് തന്നെ ഉണ്ടായിരുന്നില്ല. മരുഭൂമികളിലൂടെ സഞ്ചരിക്കുന്ന ചില സന്യാസികളാണ് അദ്ദേഹത്തിന്റെ കഥ പുറംലോകത്തെത്തിച്ചത്. അപ്പോഴും ഓണോഫിറസിന്റെ മറ്റു പശ്ചാത്തലങ്ങളോ വിവരങ്ങളോ പുറത്തറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ ജനിച്ചെന്നോ എങ്ങനെ മരുഭൂമിയിൽ എത്തിയെന്നോ വ്യക്തമായ അറിവ് ഇപ്പോഴുമില്ല. AD 400 ഓണോഫിറസ് മരിച്ചുവെന്നാണ് കരുതപ്പെട്ടത്. ഫനൂഷ്യസ് എന്ന വിശുദ്ധനാണ് മരുഭൂമിയിൽ വെച്ച് ഓണോഫിറസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത്. ഓണോഫിറസിന്റെ ജീവിത മാതൃക പഠിക്കുവാനായി എത്തിയ ഫനൂഷ്യസ് രോഗബാധിതനായി മരിച്ച ഓണോഫിറസിനെ അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയുടെ സമീപത്തുള്ള മറ്റൊരു ചെറിയ ഗുഹയിൽ അടക്കം ചെയ്തു. അടക്കം ചെയ്ത ഉടൻ തന്നെ ആ ഗുഹ അപ്രത്യക്ഷിതമായതായി വിശ്വസിക്കപ്പെടുന്നു. ഓണോഫിറസിന്റെ ജീവിതകഥയ്ക്ക് മരുഭൂമിയിൽ സമാന രീതിയിൽ ജീവിച്ച വിശുദ്ധ ജെറോമിന്റെ കഥയുമായി സാമ്യമുണ്ട്. ഇത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇനി ദിവസം നാം പോകുന്ന വഴികളിലെല്ലാം നമുക്ക് താങ്ങായി നിൽക്കണമെന്നും അതുപോലെ തന്നെ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും നമ്മെ വിമുക്തമാക്കണമെന്നും നമ്മുടെ കാവൽമാലാഖയോട് പ്രാർത്ഥിക്കാം. ഇതിനായി ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.